കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള ആഗോള മലയാളി സംഗമം നടക്കുന്ന മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. തട്ടിൽ പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കരിസ്മാറ്റിക് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾ, യുവാക്കൾ, സന്യസ്തർ മുതലായ 5000-ഓളം പേർ ഇവിടെ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം കടന്നു വന്നതിൻ്റെ 50-ാം ആണ്ടിലാണ് നാം. അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് 2026 മെയ് 1, 2, 3 തീയതികളിൽ ആഗോള മലയാളി സംഗമം എന്ന പേരിൽ ഈ ഒരു ജൂബിലി കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ലോകം മുഴുവനുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരിസ്മാറ്റിക് മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മൾ ഈ ഒരു കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഈ ജൂബിലി കൺവെൻഷൻ നടത്തപ്പെടുന്നത്. ഒരു വർഷത്തോളമായി നമ്മളിതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ട് 2025 ജൂൺ മാസത്തിൽ നമ്മളിതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഒരു വർഷത്തെ ഒരുക്കങ്ങൾ ഇടവക തലത്തിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ തലത്തിൽ, നേതൃത്വ പരിശീലനം, യുവജനങ്ങളുടെ പരിശീലനം, ഇങ്ങനെ പല വിധത്തിലുള്ള ഫോർമേഷൻ പ്രോഗ്രാമുകൾക്ക് ശേഷമാണ് ഈ മെയ് മാസം 1-ാം തീയതി ഈ കൺവെൻഷന് വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എല്ലാ രൂപതകളിൽ നിന്ന് കേരളത്തെ വിവിധ പ്രദേശങ്ങളായി തിരിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും അതുപോലെ എല്ലാ രൂപതകളിലെയും കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 4500 പേരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. യുവജനങ്ങൾ, കുട്ടികൾ, ദമ്പതികൾ, സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഇങ്ങനെ വിവിധ രീതിയിലുള്ള ഗ്രൂപ്പുകൾ തിരിഞ്ഞ് പല സമ്മേളനങ്ങൾ ഈ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഈ കൺവെൻഷൻ്റെ സമാപന കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അഭിവന്ദ്യ അലക്സ് താരാമംഗലം പിതാവ് ഈ കൺവെൻഷൻ്റെ രക്ഷാധികാരിയാണ്. KCBC കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ എന്ന രീതിയിൽ ഈ ദിവസങ്ങളിൽ മുഴുവൻ അലക്സ് പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അഭിവന്ദ്യ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വിശുദ്ധ കുർബാനയോടുകൂടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ കൺവെൻഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഈ കൺവെൻഷനിൽ കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളുടെയും ധ്യാന ഗുരുക്കന്മാർ, എൻ്റെ ഡയറക്ടർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിലച്ചൻ, ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ തുടങ്ങിയവർ ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ചൻ, കേരളത്തിലെ ആദ്യത്തെ ധ്യാന കേന്ദ്രം എന്ന് നാം കണ്ടിട്ടുള്ള ഭരണങ്ങാനം അസീസി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ, അതുപോലെ തന്നെ ആദ്യത്തെ ധ്യാന കേന്ദ്രങ്ങളിൽ മറ്റൊന്നായ മഞ്ഞുമ്മൽ അസീസി ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ തുടങ്ങിയവരൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടാകും. ധാരാളം വൈദികരും ധാരാളം സിസ്റ്റേഴ്സും ഈ കൺവെൻഷൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കി ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തിയാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. കേരളത്തിലെ നവീകരണ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച, കേരളത്തിലെ ആധ്യാത്മികതയെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വലിയ മുന്നേറ്റമായിരുന്നു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റേത്. കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാടും നമ്മുടെ പ്രദേശങ്ങളും നമ്മുടെ സഭയുമെല്ലാം ഉണർന്നു എന്നുള്ളതാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നവീകരണ ശുശ്രൂഷകളിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ നവമായ ചൈതന്യം, പുത്തൻ അഭിഷേകം നമ്മുടെ സമൂഹത്തിലേക്കും സഭയിലേക്കുമെല്ലാം കടന്നു വന്നത് നമുക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഈ ജൂബിലി വർഷത്തിൽ ഇങ്ങനെയൊരു വലിയ സംഗമം ഒരുക്കിയിരിക്കുന്നത്. കാരണം കേരള സഭയെ മാറ്റിമറിച്ച, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച, വചനം വായിക്കാൻ പഠിപ്പിച്ച, കേരള സഭയിലെ ഇടവക പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകിയ കരിസ്മാറ്റിക് നവീകരണത്തെ നമുക്ക് എങ്ങനെയാണ് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുക? എത്രയധികം നവീകരണത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരകളൊക്കെ പരത്തിയാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നവീകരണമില്ലായിരുന്നെങ്കിൽ, കരിസ്മാറ്റിക് നവീകരണം കേരള സഭയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം ധ്യാന കേന്ദ്രങ്ങൾ, ഇന്ന് കേരള സഭയിൽ ഏകദേശം 150ഓളം ധ്യാന കേന്ദ്രങ്ങൾ, ആയിരക്കണക്കിന് ശുശ്രൂഷകർ, വചനം പ്രഘോഷിക്കുന്ന അനേകം മനുഷ്യർ, അനേകം മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അനേകം മനുഷ്യർ, ഇവരെയെല്ലാം നമുക്ക് ഒന്നിച്ചു ചേർക്കാനായിട്ട് സാധിച്ചത് നവീകരണത്തിലൂടെയാണ്. നവീകരണം സഭയ്ക്ക് നൽകിയ മറ്റൊരു വലിയ സംഭാവനയാണ് സഭാത്മകമായ ജീവിത ശൈലിയിലൂടെ വളരുവാനായിട്ട് സഭാമക്കൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആലോചിച്ചാൽ അറിയാം, സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ,
സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറായ എത്രയോ ശുശ്രൂഷകർ, എത്രയോ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അനേകം ധ്യാന കേന്ദ്രങ്ങൾ മാത്രമല്ല, പ്രസിദ്ധീകരണങ്ങളായി, അതുപോലെ ടെലിവിഷൻ ശുശ്രൂഷകളായി, മാധ്യമ ശുശ്രൂഷകളായൊക്കെ നവീകരണം കേരളം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. ഇനിയും നവീകരണത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ നന്മകളുണ്ടാകാൻ നമ്മളെല്ലാവരെയും ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതിനായി ഈശോ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്നാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ചൈതന്യത്തിനായിട്ട്.